കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് എന്ന വിശ്വപ്രഖ്യാതമായിട്ടുള്ള ആ നഗരം കാട്ടുതീയിൽപ്പെട്ട് കത്തിയമർന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 7-ാം തീയതി ആരംഭിച്ച ഈ തീയിൽ ഏകദേശം 38,000 ഏക്കർ ഭൂമിയാണ് കത്തി നശിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യമാണ് USA. ഇവിടെ 50 സംസ്ഥാനങ്ങളാണുള്ളത്. അതിൽ ഒന്നാണ് കാലിഫോർണിയ. കാലിഫോർണിയയിലെ പ്രശസ്തമായ ഒരു സിറ്റിയാണ് ലോസ് ആഞ്ചലസ്. അമേരിക്കയിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണിത്. ഹോളിവുഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണിത്. അതുപോലെ തന്നെ ഒട്ടേറെ ഹോളിവുഡ് അഭിനേതാക്കളുടെ കോടിക്കണക്കിന് വില വരുന്ന സ്വത്തുക്കളും വീടുകളും ഒക്കെയുള്ള ഒരു സിറ്റിയാണ് ഇവിടെ. തണുപ്പ് പൊതുവെ കുറഞ്ഞൊരു സ്ഥലമാണിത്. മിക്ക സാധാരണ വീടുകളും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ലക്ഷറിയസ് ബിൽഡിംഗ് ഉൾപ്പെടെ ഒട്ടേറെ കെട്ടിടങ്ങളുള്ള ഏരിയ കൂടിയാണിത്. എന്നാൽ ഇത്ര വലിയ സംവിധാനങ്ങളുള്ള ഈ രാജ്യത്ത് എങ്ങനെയാണ് ഈ കാട്ടുതീ വ്യാപിച്ചത്? കാലിഫോർണിയ കാട്ടുതീ ഒരു പുതുമയല്ല. വർഷത്തിൽ 2 മാസമെങ്കിലും തീ മുന്നറിയിപ്പ് ഉണ്ടാവുന്നത് സാധാരണമാണ്. മെല്ലെ മഞ്ഞ് വരുന്നതോടെ തീയുമണയും. ഇന്ന് അതല്ല. കഴിഞ്ഞ 8 മാസമായി വരണ്ട കാലാവസ്ഥയാണ്. പുല്ലുകളും മരങ്ങളും ഒക്കെ ഉണങ്ങി വൈക്കോല് പോലെയായി. ഇങ്ങനെ ഈ ഉണങ്ങിയ അവസ്ഥയിൽ മരങ്ങൾ തമ്മിൽ ഗതിയിൽ 40 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റിന്റെ ഇപ്പോഴത്തെ വേഗം 140 കിലോമീറ്റർ ആണ്. അതല്ലാതെ ഇലക്ട്രിസിറ്റി ലൈനുകളിൽ ഉണ്ടായ ഷോർട്ടിംഗ് മൂലമുള്ള സാധ്യതയും ചിലർ പറയുന്നുണ്ട്. ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായിട്ടാണ് കണക്ക്. 2 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ വീട് നഷ്ടമായിട്ടുണ്ട്. 15,000-ത്തിലധികം വരുന്ന അഗ്നിശമന സേനാംഗങ്ങൾ രാവും പകലുമില്ലാതെ ജലപോരാട്ടം നടത്തുന്നു. ഇതിനിടയിൽ പുകമറയിൽ മോഷണശ്രമം നടത്തുന്ന നിയമലംഘകരും ഇവിടുത്തെ ഗവൺമെന്റിന് വെല്ലുവിളി ഉയർത്തുകയാണ്. ഇതോടൊപ്പം തീ കൂടുതൽ സ്ഥലങ്ങളിൽ വ്യാപിക്കാതിരിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഗവൺമെന്റ്. പാരാസൈഡിൽ 20%, ഈറ്റണിൽ 45% തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഓസ്കാർ അവാർഡ് വിതരണത്തിന് വർണ്ണപ്പകിട്ടോടുകൂടെ തയ്യാറാവേണ്ട നഗരം ഇന്ന് അഗ്നിയുടെ പിടിയിൽ അമരുകയാണ്.